സെൻസിയുടെ കാഴ്ചപ്പാടിൽ ആരാണ് യഥാർത്ഥ ലീഡർ? 3 കാര്യങ്ങൾ. ഒന്ന്, ആ വ്യക്തിക്ക്, ഇത് എന്റെ ഡെഫിനേഷനും അല്ല, ഞാൻ ആരുടെ ഡെഫിനേഷനാണെന്ന് പറഞ്ഞുതരാം. ആ വ്യക്തിക്ക് എങ്ങോട്ടാണ് പോകണമെന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു നിലപാടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങോട്ടാണ് പോകണമെന്നുള്ളത്. രണ്ടാമത്തത്, ആ വ്യക്തി അങ്ങോട്ട് പോകുമ്പോൾ ചിലർ സ്റ്റേജിൽ കയറിയിട്ട് നമുക്കെല്ലാവർക്കും ഇത് ചെയ്യണം ഇത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറയും. പക്ഷെ അവർ തന്നെ ചെയ്യില്ല. അത് അങ്ങനെ ആണെങ്കിൽ ആ ഒരു വ്യക്തി ഒരു നേതാവല്ല. ആൾക്ക് കാണാൻ പറ്റണം, ഇത് ചെയ്യണമെന്ന് പറയുന്ന വ്യക്തിയായിരിക്കണം, അത് ചെയ്യണ വ്യക്തിയായിരിക്കണം. രണ്ടാമത്തത്, ആ വ്യക്തി നടന്നു പോണ പാത മറ്റുള്ളവർ കാണിച്ചു കൊടുക്കണം. കാണണം, ചെയ്യണം, പഠിപ്പിച്ചു കൊടുക്കണം. ഇത് 3 വേണം. ഈ 3 ട്രയാങ്കിൾ വന്നാൽ മാത്രം. ഇത് ജോൺ സി മാക്സ്വെലിന്റെ ഡെഫിനേഷൻ. എ ലീഡർ ഈസ് എ പേഴ്സൺ ഹു നോസ് ദ വേ, ഗോസ് ദ വേ ആൻഡ് ഷോസ് ദ വേ. ഒരു നേതാവിന്റെ ഏറ്റവും വലിയ ടഫ് ഡിഫിക്കൾട്ട് സെനാരിയോ എന്ന് വെച്ചാൽ ആ വ്യക്തി ആയിരിക്കണം ആദ്യത്തെ ഫോളോവർ. അതൊരു ഭയങ്കര ക്രൂഷ്യൽ പോയിന്റ് കേട്ടോ. എനിക്ക് ഫോളോ ചെയ്യണമെങ്കിൽ, ഞാൻ ഫോളോ ചെയ്യണമെങ്കിൽ എന്നിലെ ക്വാളിറ്റി കണ്ട് ഞാൻ അത്രയ്ക്കും ഇംപ്രസ്ഡ് ആയാലേ എനിക്ക് എന്നെ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനത് ട്രെയിനിങ്ങിൽ പലപ്പോഴും ചോദിക്കാറുണ്ട്. നിങ്ങൾ പലപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ സ്റ്റാഫ്സിനെയും നിങ്ങളുടെ കുടുംബത്തെയും നെഞ്ചിൽ കൈവച്ച് ചോദിക്കണം, നിങ്ങൾക്ക് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? തീർച്ചയായിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കില്ല.